mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജുവല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി, കാലടി. ആതിരയുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ആ ചുവരുകളിൽ കുരുന്നു മനസ്സുകളുടെ സഹജീവി സ്നേഹവും പ്രതിഫലിക്കും. വീട് നിർമ്മാണത്തിന് തങ്ങളുടെ സഹായവുമായി മലയാറ്റൂർ ടോളൻസ് വേൾഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കാലടി പിരാരൂരിൽ എത്തിച്ചേർന്നു. എന്താ പറയണ്ടെന്ന് അറിയില്ല, ഒരു ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല. പക്ഷെ എല്ലാവർക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദിയാണ് ആദ്യം പറയേണ്ടത്. താങ്ക് യു സോ മച്ച്. Great opportunity for us to be here and helping Adira, who is in need of a house. We are extremely happy to be part of this great social cause that Torrance has initiated, and try to be part of this school and helping the underprivileged. Thanks to the Friends Club. Thanks to the Friends Club also, and all those who are present here representing it. Civil board members also. We're extremely pleased and thankful to be here and part of this great cause. Thank you. താൻ അനാഥയല്ലെന്ന് ആതിര തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന കുടിലിനു പകരം സുരക്ഷിതമായി താമസിക്കാൻ ഉറപ്പുള്ള വീട് തനിക്ക് സ്വന്തമാകും എന്ന യാഥാർത്ഥ്യവും ആതിരയെ സന്തോഷവതിയാക്കുന്നു. ഒരു നാട് ഒന്നാകെയും ഫ്രണ്ട്സ് ക്ലബും പുരോഗമന പ്രസ്ഥാനങ്ങളും മാധ്യമ പ്രവർത്തകരുമെല്ലാം ആതിരയ്ക്ക് വേണ്ടി കൈകോർക്കുന്നു. മലയാറ്റൂർ ടോളൻസ് വേൾഡ് സ്കൂളിലെ വിദ്യാർത്ഥികളും തങ്ങൾ കരുതിവെച്ച സമ്പാദ്യവുമായി വീടുപണി കാണാൻ എത്തിച്ചേർന്നു. ഹണി കോംബ് ചാരിറ്റി ഫണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ധനസഹായം വിദ്യാർത്ഥികൾ ആതിരയ്ക്ക് കൈമാറി. ടോളൻസ് വേൾഡ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ PV എൽദോയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പിരാരൂരിൽ എത്തിയത്. ടോളൻസ് വേൾഡ് സ്കൂൾ ആരംഭിച്ചിട്ട് ഇന്ന് ഈ വർഷം 10ാം വർഷമാണ്. സ്കൂളിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആതിരയ്ക്ക് ഭവനം നിർമ്മിക്കാൻ ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങളുടെ കുട്ടികൾ 1 വർഷക്കാലം ശേഖരിക്കുന്ന ചെറിയ തുക ഇന്ന് ഞങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതിന് നിദാനമായി തീർന്ന് ഈ പ്രദേശത്തെ ഫ്രണ്ട്സ് ക്ലബ്ബാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ MD ബഹുമാനപ്പെട്ട ടോളൻസ് സാർ ഈ ദൗത്യം ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ കുട്ടികളുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ അവരെ സംബന്ധിച്ച് പൊതുസമൂഹവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്. അവരുടെ കയ്യിൽ മിച്ചം വരുന്ന പൈസകൾ അവർ നമ്മുടെ ഈ പണം ചട്ടി എന്നാണ് പറയുന്നത്, പണിക്കുടക്കയിൽ ചെയ്യുന്നത് നമ്മളൊരു ടിന്നിലാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ടിന്ന് അവരെ ഏൽപ്പിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ മിച്ചം വരുന്ന പൈസകൾ, ബർത്ത്ഡേ കിട്ടുന്ന പൈസകൾ, അവരുടെ സുഹൃത്തുക്കൾ കൊടുക്കുന്ന പൈസകൾ, ബന്ധുമിത്രാദികൾ കൊടുക്കുന്ന പൈസകളൊക്കെ അവരതിനകത്ത് ശേഖരിച്ച് വയ്ക്കും. വർഷാവസാനത്തിൽ ഈ പൈസ ഞങ്ങളുടെ ഓഫീസിൽ ഏൽപ്പിക്കും. ഞങ്ങളെ പൈസയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇതുപോലെ നിർധനരായ ആളുകളെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗം അത് കുട്ടികൾ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് ഈ പൈസയുടെ വില എന്താണെന്ന് അവരെ അറിയണം. പൊതുസമൂഹത്തിൽ ഈ പൈസ കൊണ്ട് ആവശ്യമുള്ള ആളുകളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അവരെ ഭാവിയിൽ നല്ലൊരു പൗരന്മാരായി വളർത്തിയെടുക്കുക, നല്ലൊരു ഇന്ത്യൻ പൗരനായിട്ട് അവർ വളർന്നു വരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനൊരു സംരംഭം ഏറ്റെടുക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട MD ടോളൻസ് സാർ ഇത് ഏറ്റെടുക്കുകയും ഈ വർഷത്തെ ഫണ്ട് ആതിരയെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആതിരയ്ക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ടോളൻസ് കൊണ്ട് ഭാഗമായിട്ട് നേരുന്നു. ഇവരെല്ലാം ആതിരയുടെ കൂടെയുണ്ട്. ഓക്കെ. ഫ്രണ്ട്സ് ക്ലബ്ബ് രക്ഷാധികാരിയും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സിജോ ചൊവ്വരാന്റെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വീകരിച്ചു. ദാരിദ്ര്യത്തെക്കുറിച്ച് അറിയണമെങ്കിലും പറഞ്ഞത് കൃത്യമാണ്. ഭക്ഷണത്തിന്റെ രുചി തീരുമാനിക്കുന്നത് വിശപ്പിന്റെ കാഠിന്യമാണ്. ഇതൊക്കെ ഇന്നലെ ടോളൻ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് എല്ലാത്തിലും ഈ അവശത അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, ഒരു വീടിന്റെ വിഹുലത അനുഭവിക്കുന്ന ആതിരയുടെ അടുത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഇതുപോലെയുള്ള നന്മയുള്ള കുറേ മുഖങ്ങളാണ്. ആ മുഖങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിക്കും, ആതിരയോടൊപ്പം നിൽക്കും എന്നുള്ളത് കൊണ്ട് ആ പ്രത്യാശയിലാണ് പിരാരൂരിൽ 50 വർഷം തികയുന്ന സാംസ്കാരിക പ്രസ്ഥാനമായ ഫ്രണ്ട്സ് ക്ലബ്ബ് ആതിരയുടെ വീടിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്.
ലൈഫ് പദ്ധതിയിലാണ് ആതിരയ്ക്ക് വീട് കിട്ടിയതെങ്കിലും ആദ്യ ഗഡു 40,000 കെട്ടി തറ പൂർത്തിയാക്കാൻ ആതിരയ്ക്ക് കഴിഞ്ഞിരുന്നില്ല, തുടങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പഴയ ഇടിഞ്ഞു വീടാറായ വീട് പൊളിച്ചു മാറ്റണം, തറ കെട്ടണം, ബാക്കി നടപടികൾ തീർക്കണം. ഒരു 8 ലക്ഷം രൂപയോളം മൊത്തം വീടിന്റെ നിർമ്മാണത്തിന് വേണം. സർക്കാർ എന്താണോ ഉദ്ദേശിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ പൊതുസമൂഹത്തിന്റെ കൂടിച്ചേരലോടുകൂടി എങ്ങനെ ഒരു വീട് നിർമ്മാണം നടത്താം എന്നാണ് ലൈഫ് പദ്ധതി വിഭാവനം ചെയ്തത്. അതുമായിട്ട് ചേർന്ന് നിന്ന് ഫ്രണ്ട്സ് ക്ലബിനും പുരോഗമന പ്രസ്ഥാനത്തിനും എല്ലാം കൈകോർത്ത് ആതിരയ്ക്ക് മനോഹരമായ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ടോളിങ്സ് ഗ്രൂപ്പ് വേൾഡ് സ്കൂൾ ഇന്ന് എത്തിയതിൽ ഞങ്ങൾ ഒരുപാട് നന്ദിയുള്ളവരാണ്. ആ സന്തോഷമൊക്കെ ആതിരയുടെ മുഖത്ത് കാണാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 50 വർഷമായി പുരാരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ക്ലബ്ബ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന, കാലടി പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ക്ലബിനെ പറ്റി. പുരാരൂർ നിവാസിയായ ആതിര, ഒരു ഭവനം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി. അങ്ങനെ ലൈഫിലടക്കം അപേക്ഷ കൊടുക്കുകയും ലൈഫിൽ പേര് വരികയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുന്ന സ്ഥിതി ഉണ്ടായെങ്കിലും ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ആൾ വേണ്ടത്ര ഗൗരവത്തോടുകൂടി അത് കൈകാര്യം ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിനുശേഷം പുരാരൂരിലെ നമ്മുടെ ക്ലബ്ബ്, ഫ്രണ്ട്സ് ക്ലബ്ബ് അത് ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് സാമ്പത്തികമായി ഒരു ഞെരുക്കം അനുഭവപ്പെട്ടു. പല സാംസ്കാരിക സംഘടനകളെയും അതേപോലെ തന്നെ സഹായ മനസ്കരായ ആളുകളെയും എല്ലാം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു, പത്രത്തിലൂടെ വാർത്തകൾ കൊടുത്തു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ടോളിൻ സ്കൂളിൻ്റെ മാനേജരും ടോളിൻ സാർ അടക്കമുള്ള അവിടുത്തെ അധ്യാപകരും കുട്ടികളും അടക്കം ഇതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറെന്നുള്ള മനസ്സ് കാണിച്ച് മുന്നോട്ട് വന്നത്. അങ്ങനെ അവരിന്ന് കടന്നു വന്ന് ഈ ആതിരയുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അവരൊരു കൈത്താങ്ങായി നിന്നുകൊണ്ട് ഒപ്പം നിന്നുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്ന് സഹായിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. CPM കാലടി ലോക്കൽ സെക്രട്ടറി KT ബേബി, പിരാരൂർ ബ്രാഞ്ച് സെക്രട്ടറി KK സഹദേവൻ, ക്ലബ്ബ് പ്രസിഡന്റ് KS സുരേഷ്, സെക്രട്ടറി സൗമ്യ സതീഷ്, VK മാധവൻ, KP പോളി, MB സാനു, KD ജോസഫ്, KK രാജേഷ്, ഓമന സാനു തുടങ്ങിയവർ പങ്കെടുത്തു. 450 ചതുരശ്ര അടിയിൽ 8 ലക്ഷത്തോളം രൂപ ചെലവിലായിരിക്കും വീട് നിർമ്മാണം. സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ആവശ്യമായ പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഫ്രണ്ട്സ് ക്ലബ്ബ് അംഗങ്ങൾ. ഫ്രണ്ട്സ് ക്ലബ്ബ് തങ്ങളുടെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആഘോഷ പരിപാടികൾക്ക് ചാരുതയും പകിട്ടുമേകി പിരാരൂരിൽ ആതിരയുടെ സ്വപ്ന ഭവനവും ഉയർന്നുവരും. ഫ്രണ്ട്സ് ക്ലബിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ സഹോദരി ആതിരയുടെ ഭവന നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലബിന് കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു, എങ്കിലും നമ്മളെ സഹായിക്കാൻ കുറേ അധികം പേർ മുന്നോട്ട് വന്നു. ഇപ്പോൾ നമുക്ക് സഹായമായി എത്തിയിരിക്കുന്ന ടോളിൻസ് ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ മാനേജിംഗ് സ്റ്റാഫുകൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.